നഷ്ടപ്പെട്ടു പോകുന്നൊരു സമയം വരാനില്ലേ? ആർക്ക് വേണ്ടിയാണ് അധ്വാനിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് കുനിഞ്ഞുകൂട്ടുന്നത്? എന്തിനു വേണ്ടിയാണ് കുനിഞ്ഞുകൂട്ടുന്നത്? എല്ലാം നാളെ അസ്തമിക്കുന്നൊരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തെ കുറിച്ച് ആരും ബോധവാന്മാരല്ല. അതിനെക്കുറിച്ച് ആരും ചിന്തിക്കണില്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, ബൽഖാ രാജ്യത്തിന്റെ രാജാവായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരത്തിലെ വേലക്കാരി അടിച്ചുവാരി തൂത്തുവാരി ഓരോരോ ഭാഗങ്ങളും കഴിഞ്ഞ് രാജാവ് കിടക്കുന്ന റൂമിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുകയാണ്. ചെന്നപ്പോയോ രാജാവ് കിടക്കുന്ന ഒരു അട്ടുകട്ടിൽ കാണുകയാണ്. എന്ത് മനോഹരം, എന്ത് സുന്ദരം! ഇതിൽ കിടന്നു ഉറങ്ങുന്ന രാജാവ് എത്ര സുന്ദരമായ നിലക്കാണ് ജീവിക്കുന്നത്. ഈ വേലക്കാരിയായ പെണ്ണ് അടിച്ചു വാരിക്കൊണ്ട് ആ അട്ടുകട്ടിലിന്റെ അരികിലെത്തിയപ്പോയോ പെട്ടെന്ന് ആ പെണ്ണിനൊരു മോഹം. ഇരുന്ന് നോക്കിയാലോ അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്ന ചൂല് ചാരത്ത് വെച്ചുകൊണ്ട് അവിടെ നിന്ന് ഇരുന്നു പെണ്ണ്. ഇരുന്നപ്പോയോ അവൾക്ക് തോന്നി ഒന്ന് കിടക്കാൻ. പതുക്കെ ആ കട്ടിലേക്കൊന്ന് കിടക്കുകയാണ്. കിടന്നപ്പോയോ ഒന്ന് ആടി നോക്കാനുള്ള മോഹം. ആ വേലക്കാരിയായ പെണ്ണ ആ കട്ടിലിൽ ഒന്ന് പതുക്കെ ഒന്ന് ആടി നോക്കി. ആടി 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 പെണ്ണങ്ങ് ഉറങ്ങിപ്പോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാണ് രാജാവ് റൂമിലേക്ക് കടന്നു വരികയാണ്. രാജാവ് വന്നപ്പോൾ കണ്ട കാഴ്ച വല്ലാത്ത അത്ഭുതം. തന്റെ കൊട്ടാരത്തിലെ വെറും ഒരു വേലക്കാരിയായ പെണ്ണ് തന്റെ ആട്ടുകൊട്ടിലിൽ കിടന്നുറങ്ങുകയാണ്. രാജാവിന് പെട്ടെന്ന് ദേഷ്യം വന്നു. എടി പെണ്ണേ, എന്തിനാണ് എന്റെ കൊട്ടാരത്തിലുള്ളൊരു വേലക്കാരിയായ നീ ഇതിൽ കിടക്കുന്നതെന്നും ചോദിച്ചുകൊണ്ടൊരൊറ്റ അടി അങ്ങ് കൊടുക്കുകയാണ്. ഈ പെണ്ണ് അവിടുന്ന് പെട്ടെന്ന് ചാടിയങ്ങ് എഴുന്നേറ്റു. എടി, നിനക്ക് എവിടുന്ന് കിട്ടിയടി ധൈര്യം? എന്റെ റൂമിൽ വന്നിട്ട് എന്റെ കട്ടിലിൽ കിടന്നുറങ്ങാൻ നിനക്ക് എവിടുന്ന് ധൈര്യം കിട്ടി? പെട്ടെന്ന് പെണ്ണ് ആകെ ബേജാറായി, വെപ്രാളപ്പെട്ടുപോയി. എന്നിട്ട് ആ പെണ്ണൊന്ന് ചിന്തിച്ചു കൊണ്ടൊന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. ഇത് കണ്ടപ്പോ രാജാവിന് അത്ഭുതം. അടികെട്ടിയ പെണ്ണ് കരയോലോടുകൂടെ ചിരിക്കുന്നുവോ? എന്തടി, നിനക്ക് ഭ്രാന്താണോ? നീ എന്തിനാണ് ചിരിച്ചത്? ആ പെണ്ണ് പറഞ്ഞു, ഒന്നുമില്ല. പറ, നീ എന്തിനാണ് ചിരിച്ചത്? ആളെ പരിഹസിക്കുകയാണോ? രാജാവേ പ്രഭോ, ഒരു കുറഞ്ഞ സമയം ഞാൻ ഈ കട്ടിലിൽ കിടന്നപ്പോ എനിക്ക് കിട്ടിയ ശിക്ഷ ഇതാണെങ്കിൽ ജീവിതകാലം മുഴുവനും കിടന്നുറങ്ങുന്ന താങ്കൾക്ക് എന്ത് ശിക്ഷയാണ് അല്ലാഹു നൽകുക എന്ന് ഓർത്തുകൊണ്ട് ജീവിച്ചു പോയതാണ്. കേട്ടപ്പോ രാജാവെന്ന് ചിന്തിച്ചു, എന്താണ് ഈ പെണ്ണ് പറഞ്ഞത്? അങ്ങനെ ചിന്ത മാറുകയാണ്. പിന്നീട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ പലജാതി ചിന്തകൾ കടന്നു വരികയാണ്. അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒരുങ്ങുകയാണ്. ഒരിക്കൽ വേട്ടക്ക് പുറപ്പെട്ടപ്പോൾ ഒരു മുയലിനെ പിടിക്കാൻ വേണ്ടി പിന്നാലെ പാഞ്ഞുപോയ രാജാവ് പെട്ടെന്നൊരു അശരീരി കേൾക്കുകയാണ്. എന്തിനാണടാ ഇബ്രാഹിമേ നിന്നെ സൃഷ്ടിച്ചത്? ഈ മുയലിന്റെ പിന്നാലെ ഓടാനാണോ? കെട്ട ഭാഗം ഒന്ന് തിരിഞ്ഞു നോക്കി, വീണ്ടും മുയലിന്റെ പിന്നാലെ ഓടുകയാണ്. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോ വീണ്ടും ഒരു അശരീരി, എടാ ഇബ്രാഹിമേ, നിന്നെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിന്റെ പിന്നാലെ ഓടാനാണോ? വീണ്ടും തിരിഞ്ഞു നോക്കി, ആരെയും കാണണില്ല. വീണ്ടും അതിന്റെ പിന്നാലെ പോകുമ്പോൾ വീണ്ടും കേൾക്കുകയാണ്, അല്ലാഹു നിന്നെ എല്ലാവിധ സൗകര്യങ്ങളും തന്നുകൊണ്ട് സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് ഇതിന്റെ പിന്നാലെ ഓടാനാണടാ. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു എല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അതാ അവിടുന്ന് ബൽഖാ രാജ്യത്തിന്റെ രാജകീയമായ ആ പ്രൗഢിയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, തന്റെ സമ്പത്ത് മുഴുവനും ഉപേക്ഷിച്ചുകൊണ്ട്, ഭാര്യയെ ഉപേക്ഷിച്ചുകൊണ്ട്, ഗർഭിണിയായി കിടക്കുന്ന ഭാര്യയെ ഉപേക്ഷിച്ചുകൊണ്ട് രാജാവ് പുറപ്പെടുകയാണ്. ഒരു വലിയ പർവ്വതത്തിന്റെ മുകളിലേക്കാണ് കടന്നു ചെല്ലുന്നത്. പർവ്വതത്തിന്റെ മുകളിലേക്ക്
രാജാവ് കടന്നു ചെല്ലുകയാണ്. 25 വർഷം ആ പർവ്വതത്തിന്റെ മുകളിൽ അള്ളാഹുവിനിക്ക് ഇബാദത്തിലായിക്കൊണ്ട് ജീവിക്കുകയാണ്. 25 വർഷം കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു കൊട്ടാരം വിട്ട് പോകുന്ന സമയത്ത് ഭാര്യ ഗർഭിണിയാണല്ലോ. ആ പെണ്ണ് പ്രസവിച്ചിട്ടുണ്ട്. ആ പെണ്ണ് പ്രസവിച്ചിട്ട് യുവാവായി മാറിയിരിക്കുന്ന മകൻ ഉമ്മാനോട് പലപ്പോഴും ചോദിക്കുന്നു, ഉമ്മേ എന്റെ ഉപ്പ എവിടെ പോയതാണ്? ഉമ്മ പറയും, മോനെ അറിയില്ല, നിന്റെ ഉപ്പ എവിടേക്ക് പോയതാണെന്നൊന്നും നമുക്കറിയില്ല. ആ മകൻ അന്വേഷിച്ച് ഇറങ്ങുകയാണ്. പല ഭാഗങ്ങളിലും ചൊന്നു, ഉപ്പ എവിടെ, ഉപ്പ എവിടെ, ഉപ്പ എവിടെ? കാണാനില്ല. അങ്ങനെ പർവ്വതത്തിന്റെ താഴെ ഭാഗത്ത് നിന്ന് അന്വേഷിച്ച് ഒരുപാട് പണ്ഡിതന്മാര് സൂഫിയാക്കൾ ജീവിക്കുന്നൊരു ഭാഗമുണ്ട് ആ പർവ്വതത്തിന്റെ മുകളില്. അവിടേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു, ഇവിടെ ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ടോ? പല ആളുകളും കണ്ടു, പലരെയും ശ്രദ്ധിച്ചു. അപ്പയാണ് ഒരാള് സുന്ദരനായൊരു മനുഷ്യൻ, വൃദ്ധൻ കടന്ന് ഇറങ്ങി വരികയാണ്. ആ മനുഷ്യൻ വന്നുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ആരാണ് നീ? നിങ്ങൾ ഇബ്രാഹിം ഇബ്നു അദ്ഹമാണോ? അതെ, ഞാൻ ഇബ്രാഹിം ഇബ്നു അദ്ഹമാണ്. നീ ആരാണ്? നീ ഒരു മുസ്ലിമാണോ? ഒരു പണ്ഡിതനാണോ? ആരാണ് നീ? അതെ, ഞാൻ മുസ്ലിമാണ്, ഒരു പണ്ഡിതനാണ്. എന്റെ പേര് ഇന്നതാണ്. ഞാൻ ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ മകനാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം ചോദിക്കുന്ന, മോനെ, നീ എന്തിനാണ് എന്നെ തെരഞ്ഞിങ്ങോട്ട് വന്നത്? നീ എന്ത് ആഗ്രഹിച്ചിട്ടാണ് വന്നത്? പറ. ആ മോൻ പറഞ്ഞു, പൊന്നുപ്പാ, എന്നെ പറഞ്ഞയച്ചത് എന്റെ ഉമ്മയാണ്. ഉമ്മയെ ഉപേക്ഷിച്ചുകൊണ്ട് എത്ര കാലങ്ങൾക്ക് മുമ്പ് പുറപ്പെട്ടു പോയതാണ്. അങ്ങയെ കാണാൻ ഉമ്മ വല്ലാതെ ആഗ്രഹിക്കുന്നു. വീട്ടിലേക്ക് വരുമോ? ഇബ്രാഹിം ഇബ്നു അദ്ഹം ഉറക്കെ വിളിച്ചു പറയുകയാണ്, തറഖ്തുൽ ഖൽഖ തുറം ഫീ റിളക വൈതമതുൽ റിയാലി ലകൈ അറാക. തറഖ്തുൽ ഖൽഖ തുറം ഫീ റിളക വൈതമതുൽ റിയാലി ലകൈ അറാക. അല്ലാഹുവേ, നിന്റെ തൃപ്തിക്ക് വേണ്ടി ഈ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഞാനിതാ നിന്റെ തൃപ്തിക്ക് വേണ്ടി വന്നിരിക്കുന്നല്ലോ റബ്ബേ. നിന്നെ കാണാൻ വേണ്ടിയിട്ട് എന്റെ കുടുംബത്തെ പോലും ഞാൻ അനാഥരാക്കിയിരിക്കുന്നല്ലോ റബ്ബേ എന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. മകൻ ചോദിക്കുന്നു, ഉപ്പാ, നിങ്ങളെ വീട്ടിലേക്ക് ഇനിയെങ്കിലും ഒന്ന് വന്നുകൂടെ? നിങ്ങൾ ഇനി എന്നാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്? ഉമ്മ നിങ്ങളെയും കാത്തുകൊണ്ട് എത്ര ദിനരാത്രങ്ങളാ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നത്. ഒന്ന് വന്നാലും അങ്ങയെ സ്വീകരിക്കാൻ ഉമ്മ കാത്തു നിൽക്കുകയല്ലേ? ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു മകനോട് പറയുകയാണോ റബ്ബോൾ ജവാബ് മകനിലോദി അരിമക്കനിയെ നാം കാണും ഖിയാമത്ത് നാളിൽ. അബ്വാണോ റബ്ബോൾ ജവാബ് മകനിലോദി അരിമക്കനിയെ നാം കാണും ഖിയാമത്ത് നാളിൽ. പൊന്നുമോനെ, ഇവിടുന്ന് അങ്ങ് നമ്മൾ മരിച്ചു പോകുന്നത് വരെ ഞാൻ അള്ളാഹുവിന്റെ തൃപ്തി മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ, അള്ളാഹുവിന്റെ തൃപ്തി മാത്രമേ കരുതുന്നുള്ളൂ, അത് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. എനിക്ക് എന്റെ മക്കളോ ഭാര്യയോ എന്റെ മുമ്പിലില്ല മോനെ. ഖിയാമത്ത് നാള് കഴിഞ്ഞാൽ എന്നെ മീസാനിൽ നീ അന്വേഷിച്ചോ, നരകത്തിൽ നീ അന്വേഷിച്ചോ. അവിടെയൊന്നും എന്നെ കണ്ടിട്ടില്ല എങ്കിൽ എന്നെ സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിലെങ്കിലും ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തിക്കാമോനെ. നാം നമ്മുടെ കൊട്ടാരത്തിലേക്കില്ല പൊന്നുപോലെ. ആ മകൻ പറയുകയാണ്, ഉപ്പേ,
ഇനിയെങ്കിലും അങ്ങൊന്ന് വീട്ടിലേക്ക് വന്ന് നമ്മുടെ കൊട്ടാരത്തിലേക്കൊന്ന് വന്ന് ആ കൊട്ടാരത്തിൽ ഏതെങ്കിലും ഒരു മൂലയില് അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ചുകൂടെ ഉപ്പേ? ഇബ്രാഹിം ബിൻ അദ്ഹം തങ്ങളെ പറയാണ്, കുഞ്ഞുമോനെ നീ ഒന്നും എന്നോട് പറയല്ല മോനെ, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ജീവിക്കുകയാണ് മോനെ. ദുനിയാവെനിക്ക് പ്രശ്നമല്ല പൊന്നുമോനെ. ആ മകൻ ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഔലിയാക്കള് ലോകത്തുള്ള മുഴുവനും ത്യജിച്ചവരാണ്. അവർക്കൊന്നും വേണ്ട. എന്തെങ്കിലും കുഴപ്പങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമോ എന്ന പേടി കാരണം അവർ ദുനിയാവിനെ മുഴുവനും ഉപേക്ഷിച്ചവരാ. ദുനിയാവിനെ തൊലാക്ക് ചെല്ലിയവരാ. ദുനിയാവ് അവർക്ക് പ്രശ്നമുള്ളവരല്ല. അവർ ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ പൊരുത്തം മാത്രമേ അവർക്ക് ഉദ്ദേശമുള്ള. സ്വർഗം അവർക്ക് പ്രശ്നമല്ല, നരകം അവർക്ക് പ്രശ്നമല്ല, എന്ത് ഭയാനകതയും അവർക്ക് പ്രശ്നമല്ല. അള്ളാഹുവിന്റെ പൊരുത്തം അത് മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. മൻ കാന യർജൂ ലിഖാ റബ്ബി ഫൽയഅമൽ അമലൻ സ്വാലിഹാ. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവര് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കട്ടെ എന്ന് വിശുദ്ധ ഖുർആന് പറഞ്ഞതുപോലെ അവർ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ദുനിയാവിലുള്ള ഒന്നും അവർക്ക് പ്രശ്നമേ അല്ല. അവർ അവരുടെ ആത്മാവുമായി കൊണ്ട് അള്ളാഹുവിലേക്ക് ബന്ധപ്പെട്ടവരാണ്. അള്ളാഹുവിലേക്ക് ലയിച്ചു ചേർന്നവരാണ്. അവരാണ് ഔലിയാക്കൾ, അവരാണ് സജ്ജനങ്ങൾ, അവരാണ് അള്ളാഹുവിലേക്ക് അടുത്ത മുഖറബീങ്ങൾ കേട്ടോ. അവരുടെ പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.